ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന്റെ കടപ്പാട് മരിക്കുന്നത് വരെയും കാണും. ഞങ്ങളുടെ കുഞ്ഞിന് ആപത്തൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി തരണം. ഒന്നിങ്ങോട്ട് മാറിക്കാം മോളെ. ആ കൈ ഒന്നിങ്ങോട്ട് തന്നേ. എത്ര നോക്കിയിട്ടും കുഞ്ഞിന്റെ നാടിയിടിപ്പ് അങ്ങോട്ട് കിട്ടുന്നില്ല. എന്ത് പറ്റിയതാവും? എന്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടല്ലോ അല്ലേ? അതെനിക്കിപ്പോ ഉറപ്പിച്ചു പറയാൻ പറ്റുന്നില്ല. അതിൻ്റെതായ ലക്ഷണങ്ങളൊന്നുമില്ല. വൈദേഹി, വൈദേഹി എഴുന്നേക്ക്. വൈദേഹി കരയല്ലേ? വൈദേഹി വൈദേഹി സാരല്ല, കരയല്ലേ? വൈദേഹി കരയാതിരിക്കും. റിലാക്സ്, റിലാക്സ് വൈദേഹി, കരയല്ലേ? ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് പറ വൈദ്യരെ. നോക്കി തമ്പുരാനെ, ഒന്നുമില്ല. ഇനി പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ദേവേട്ട, ദേവേട്ട, നമ്മുടെ കുഞ്ഞു ദേവേട്ട, ദേവേട്ട. ഭഗവതി, ഞങ്ങള് മൂന്നും ഒരു ജീവനായിട്ടാ കണ്ടിരുന്നത്. ഞങ്ങളുടെ കുഞ്ഞിനെ എടുത്തിട്ട് എന്തിനാ ഞങ്ങളെ മാത്രം അവശേഷിപ്പിച്ചത്? എന്റെ ജീവൻ എടുത്തിട്ട് ഞങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചു തന്നൂടെ? ഞാൻ തന്നെ ബലിയായിക്കൊള്ളാന്ന് പറഞ്ഞതല്ലേ? അതിനല്ലേ ഞാൻ എന്റെ ചോര കൊണ്ട് അഭിഷേകം നടത്തിയത്. പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്തത്? നിന്റെ അടുത്തേക്ക് വന്ന എന്റെ കുഞ്ഞിന് ഒരു ആപത്തുണ്ടാവില്ലെന്നല്ലേ കരുതിയത്? ഒടുവിൽ നിന്റെ സന്നിധിയിൽ വെച്ച് തന്നെ നീ അങ്ങ് തിരിച്ചെടുത്തത് എന്തിനാ? തമ്പ്രാട്ടി കരയാതിരിക്കെ. കൊച്ചമ്പ്ര വിഷമിക്കല്ലേ. നിങ്ങളെ രക്ഷിക്കുന്ന തന്നെ വലിയ കാര്യമായിരുന്നു. ജീവൻ തിരിച്ചു കിട്ടിയത് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാ. ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഭഗവതി എന്തെങ്കിലും വേറെ മുന്നിൽ കണ്ടിട്ടുണ്ടാവും. വിഷമിക്കാതിരിക്കെ. നിങ്ങളുടെ തലമുറ വീണ്ടും പൊട്ടിമുളയ്ക്കും. ഗർഭത്തിലുണ്ടായിരുന്ന സന്തതിയെ കൊണ്ടുപോയതിനു ശേഷം ഇനി ഞങ്ങൾക്ക് എപ്പോ അടുത്ത തലമുറ ഉണ്ടാകാനാണ്? വീട്ടിലെല്ലാവരോടും ഈ കാര്യം ഞാൻ എങ്ങനെ പറയും? കൊച്ചമ്പ്ര, ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക. എന്താ, അവരിങ്ങോട്ട് വരുന്നുണ്ടെന്നോ? അത് വേണ്ട. അവരിങ്ങോട്ട് വന്ന് ഈ സത്യങ്ങൾ അറിഞ്ഞ അവർക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവര് വരാൻ പാടില്ല. രാത്രി ഫോൺ ചെയ്തപ്പോ കുറച്ചു നേരത്തിൽ ദേവൻ മരിക്കും, മരിച്ചു കഴിഞ്ഞാൽ അറിയിക്കാന്നാ പറഞ്ഞ.
എന്നിട്ട് ഇതുവരെ വിളിച്ചില്ലല്ലോ. ഇനി അവൻ മരിച്ചില്ല എന്ന് വല്ലതും ഉണ്ടോ? ഊർമിളയാണല്ലോ വിളിക്കുന്നത്. പറയടാ, അവന്റെ മരണവും കാത്ത് അവിടെ ഉള്ളവരെല്ലാം ചുറ്റും കാത്തിരിക്കുകയാണെന്ന് പറ. ഹലോ. എന്താടാ ഒരു വിവരവും ഇല്ലാത്ത? അതൊക്കെ ഞാൻ പറയാം. ഇന്നലെ തന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് എന്താടാ ഇതുവരെ വിളിക്കാതിരുന്നത്? ഞാനും ഫോൺ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. പക്ഷെ അവരുടെ ജീവനൊന്ന് പൊക്കോട്ടെന്ന് കരുതിയാ ഇപ്പോഴും ഇവിടെ പട്ടിയെ പോലെ ഇങ്ങനെ കാത്തിരിക്കുന്നത്. ഓഹ്, അപ്പൊ ഇത്രയും നേരമായിട്ട് അവൻ മരിച്ചില്ലേ? അവൻ മരിച്ചില്ലേന്നല്ല, അവര് രണ്ടുപേരും മരിച്ചില്ലേന്ന് ചോദിക്കും. എന്ത്? അതെ, ഇപ്പൊ വൈദേഹിയും ദേവനും മരണത്തോട് മല്ലടിച്ചോണ്ടിരിക്കുക. അതെങ്ങനെയാ? ദേവനെ മാത്രമേ പാമ്പ് കടിച്ചുള്ളൂ എന്നല്ലേ പറഞ്ഞ്? പക്ഷെ പാമ്പ് കടിച്ച സ്ഥലത്തുനിന്ന് വൈദേഹി വിഷം വലിച്ചെടുക്കാൻ ശ്രമിച്ചു. അപ്പൊ അവരുടെ ശരീരത്തിലും വിഷം കയറി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അവര് രണ്ടുപേരുടെയും ജീവൻ പോകാൻ ചാൻസ് ഉണ്ടെന്നാണോ? അതല്ലേ പറഞ്ഞു വരുന്നത്? എന്താ ഊർമിളെ, ആരുടെ ജീവൻ പോയിന്ന് നീ പറഞ്ഞത്? അവൾ പിടിക്കപ്പെട്ടു. അവളുടെ കയ്യിൽ എന്നെയും നിന്നെ ഒക്കെ വിറ്റ കാശുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് അവള് തടിയൂരും. രണ്ടുപേരെന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാ? ദേവനെയും വൈദേഹിയും കുറിച്ചാണോ നീ പറഞ്ഞത്? അതേ എന്തോമ്മ, വൈദേഹിയുടെയും ദേവന്റെ കാര്യം തന്നെ. ജീവൻ പോകുന്ന അവസ്ഥയിലാന്നാ പറഞ്ഞ്. നീ എന്താ ഈ പറയുന്ന ഊർമിളെ? നീ എന്താ ഇങ്ങനെ വേണ്ടാത്തൊക്കെ പറയുന്നേ? നേരം വെളുത്തപ്പോ തന്നെ വിഷം ചീറ്റാൻ തുടങ്ങിയോ നീ? എന്താ കാര്യം? ദാസേട്ടാ, ദേവന്റെയും വൈദേഹിയുടെയും ജീവൻ അപകടത്തിലാന്ന് ഇവള് പറയുന്നത്. അവർക്ക് എന്താ സംഭവിച്ചെന്നൊന്ന് തുറന്നു പറയേ. ഇത് സത്യമാകരുതെന്ന് തന്നെയാ ഞാനും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ സത്യം തന്നെയാണ്. രണ്ടുപേരും മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാ പറഞ്ഞത്. ഇനി നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. നീ കേട്ടില്ലേ എന്താ അവളുടെ അഭിനയം? നമ്മളൊന്നും അവളുടെ മുന്നിൽ ഒന്നുമല്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിലും അവിടെ ഉള്ളവര് തന്നെയാ ഫോൺ ചെയ്തത്. എവിടെ? ഇങ്ങോട്ട് തന്നേ. കാട്ടിലുള്ളവരെ പോലെ സംസാരിക്കാൻ അവള് സൂചന തന്നതാ. ഇതാ സംസാരിക്കും. ചന്ദ്രിക ഒന്നും മര്യാദയ്ക്ക് മാനേജ് ചെയ്താൽ മതിയായിരുന്നു. ഹലോ, ആരാ സംസാരിക്കുന്നേ? എന്റെ ദേവനും വൈദേഹിക്കും എന്താ പറ്റിയേ? തമ്പ്രാട്ടി, ഞാൻ സരോജിനി ദേവിയാ സംസാരിക്കുന്നേ. മക്കള് രണ്ടുപേരും പോയി തമ്പ്രാട്ടി. എനിക്കിതൊന്നും കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ല. അവരെ ഒരു മൂർഖം പാമ്പ് കടിച്ചെന്നാ പറയുന്നേ. അവര് മരിച്ചിട്ടില്ല. പക്ഷെ ഇത് കേട്ടതും നിന്റെയൊക്കെ ജീവൻ പൊയ്ക്കോളും. എന്താ, പാമ്പ് കടിച്ചെന്നോ? അതെ അച്ഛ, രണ്ടുപേരെ അവിടെ വെച്ച് പാമ്പ് കടിച്ചെന്നാ പറഞ്ഞ്. ഇനി ജീവനോട് കിട്ടില്ലെന്നും പറഞ്ഞു. ഭഗവതിയുടെ മുന്നിലെത്തിയ കുഞ്ഞിന് രക്ഷയാണെന്നും
ആപത്തുകളൊന്നും അടുക്കില്ലെന്നും കരുതിയിട്ട് അതവർക്ക് തന്നെ കാലനായോ? ദാസേട്ടാ, എന്റെ മോനും മരുമോൾക്കൊന്നും സംഭവിക്കരുത്, കുഞ്ഞിനൊന്നും സംഭവിക്കരുത്. നമുക്ക് അങ്ങോട്ട് പോവാം. വാ, പോകാം. നടക്കമ്മേ. ദേവേട്ടാ, ദേവേട്ടാ, ഫോൺ. ഹലോ മോനെ ദേവ, എന്താണ് അവിടെ പ്രശ്നം? എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ. അമ്മയുടെ ഫോണിൽ ദേവന സംസാരിക്കുന്നേ. ദേവാ, എങ്ങനെ ഇരിക്കുന്നു മോനെ? വൈദേഹിക്ക് എങ്ങനെയുണ്ട്? ദേവൻ മോനെ, എന്താണ് പ്രശ്നം? നിങ്ങളിപ്പോ എവിടാ? ഇന്ദു, എനിക്കൊരു കുഴപ്പമില്ല. മോനെ, വൈദേഹിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. എത്ര നോക്കിയിട്ടും കുഞ്ഞിന്റെ നാടിയിടിപ്പ് അങ്ങോട്ട് കിട്ടുന്നില്ല. കുഴപ്പമൊന്നുമില്ല അച്ഛാ, ഞങ്ങള് നന്നായിരിക്കുന്നു. മോനെ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ഒരു കുഴപ്പം വരില്ല. ഞങ്ങളിത് ഇപ്പൊ തന്നെ പുറപ്പെട്ടു വരിക, നിങ്ങൾ വിഷമിക്കണ്ട. ഇന്ദു, ഇന്ദു, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഞങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാം. ഒരു അരമണിക്കൂറിന്റെ താമസം ഉണ്ടാവുള്ളൂ ഇറങ്ങാൻ. ദേവാ, ഒന്ന് പെട്ടെന്ന് വാ മോനെ. വൈദേഹി ഗർഭിണിയാണെന്ന് നിനക്കറിയാലോ. നിന്നെ ഫോണിൽ കിട്ടിയ ശേഷം പോയ ശ്വാസം ഒന്ന് തിരിച്ചു കിട്ടിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ആരും ഇവിടെ ഉണ്ടാവില്ല മോനെ. കൗസല്യേ, നീ മിണ്ടാതിരിക്കെ. നീ പറയുന്നതൊക്കെ കേട്ടാ കുട്ടികൾക്ക് കൂടുതൽ വിഷമാവുകയുള്ളൂ. മോനെ ദേവാ, നിങ്ങൾ സൂക്ഷിച്ച് പതുക്കെ വന്നാ മതി. നിങ്ങൾ വരുന്നവരെ ഞങ്ങളിവിടെ കാത്തിരിക്കും. കാണാതൊരു സ്വസ്ഥതയില്ലാത്തോണ്ടാ. അച്ഛനമ്മയെ സമാധാനിപ്പിക്കേ. അതൊന്നോർത്ത് മോൻ വിഷമിക്കണ്ട. അമ്മയുടെ കാര്യം എനിക്ക് വിട്ടേക്ക്. നീ വൈദേഹിയെ ഭദ്രമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്ക്. ശരി. ഭഗവതി, നീ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചല്ലോ. എല്ലാം നിന്റെ കാരുണ്യമാ. അവരെ നീ ഭദ്രമായിട്ട് വീട്ടിലെത്തിക്കണേ. ഈ വാർത്ത കേട്ട് ഇവരെല്ലാം ചത്തൊടുങ്ങുമെന്നല്ലേ പ്രതീക്ഷിച്ച്. പക്ഷെ മരണത്തോട് മല്ലടിച്ചോണ്ടിരുന്നവര് സുഖമായിട്ട് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞ, ഓ, ശാപം പോലും ഇവരെ കാണുമ്പോ അനുഗ്രഹമായിട്ട് മാറുന്ന എന്തുകൊണ്ടാ? ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലല്ലോ. ജീവൻ പോകുന്ന അവസ്ഥയായിരുന്നു അത്രേ.
കുഞ്ഞിനും ഒന്നും സംഭവിച്ചു കാണില്ല അല്ലേ? പാമ്പ് വൈദേഹിയെ നേരിട്ട് കടിക്കാത്തതുകൊണ്ട് ഗർഭത്തിലെ ശിശുവിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷെ അവള് വായ കൊണ്ട് വിഷം വലിച്ചെടുത്തില്ലേ, ഒന്ന് പരിശോധിച്ച മാത്രമേ വിശദമായിട്ട് പറയാൻ പറ്റൂ. ഈ വീട്ടിൽ ഓരോ വട്ടവും സന്തോഷം വന്നിട്ട് വന്നതുപോലെ തന്നെ അങ്ങ് തിരിച്ചു പോകും. പക്ഷെ ഇത്തവണ അത് സംഭവിച്ച എനിക്കത് സഹിക്കില്ല ദാസ. ഞാൻ പിന്നെ ഉണ്ടാവില്ല. കൊച്ചിന്റെ കാര്യത്തിലൊരു തീരുമാനമായെന്ന് വൈദ്യർ അപ്പോഴേ വിട്ട കേസായത്. ഇനി ഇവിടെ കിടന്ന് എത്ര ടെൻഷൻ അടിച്ചിട്ടും ഒരു മലയും മറിക്കാൻ പോകുന്നില്ല. ദാസേട്ടാ, ദേവനും വൈദേഹി എത്തിയെന്ന് തോന്നുന്നു. വാ നോക്ക. എത്ര നോക്കിയിട്ടും കുഞ്ഞിന്റെ നാടിയിടിപ്പ് അങ്ങോട്ട് കിട്ടുന്നില്ല. എനിക്ക് അകത്തേക്ക് കയറാൻ തന്നെ പേടിയാവുന്നു ദേവേട്ടാ. കുഞ്ഞിനെ കുറിച്ച് ചോദിച്ച എന്താ പറയാ? വൈദേഹി, എന്നാണെങ്കിലും ഇത് നമ്മൾ നേരിട്ടേ മതിയാകൂ. വേറെ വഴിയില്ല. നീ വാ, നടക്ക. ദൈവം മോനെ, എന്തോ? വൈദേഹി, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഭഗവതി നിങ്ങളെ കാത്തു മക്കളെ. ദേവാ, മോനെ, നിനക്ക് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ? കുഴപ്പമൊന്നുമില്ല. കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ? ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല, ഞങ്ങൾ വന്നില്ലേ. മോളെ വൈദേഹി, എന്താ മോനെ സംഭവിച്ചത്? ചെറിയൊരു മുറിവുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല അച്ഛാ. നിങ്ങളൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കേ. നമുക്ക് എല്ലാവർക്കും അകത്ത് പോയി സംസാരിക്കാം. വൈദേഹി വാ. സൂക്ഷിച്ച് മെല്ലെ നടക്ക്. ഡോക്ടർ വൈദേഹി വന്നു. വേഗം ഒന്ന് പരിശോധിക്കുക. നിങ്ങൾ എത്തിയോ? അകത്തേക്ക് വരൂ വൈദേഹി. ഡോക്ടർ പരിശോധിച്ച ഇവിടെ സത്യം എല്ലാവരും അറിയും. അറിഞ്ഞ ആർക്കും അത് സഹിക്കാനും പറ്റില്ല. എന്താ ചെയ്യാ? വരൂ വൈദേഹി, ചെല്ലുമോളെ. ഇതെങ്ങനെയാ മോനെ സംഭവിച്ചേ? ഗസ്റ്റ് ഹൗസിൽ തന്നെയായിരുന്നു അച്ഛാ. ആ പാമ്പ് എവിടെ നിന്ന് വന്നു എന്നറിയില്ല. അതെന്നെ കടിച്ചത് പോലും ഞാൻ അറിഞ്ഞില്ല. നീ ഗസ്റ്റ് ഹൗസിലായിരുന്നെങ്കിലും ആ ഗസ്റ്റ് ഹൗസ് ഉള്ളത് കാട്ടിനകത്തല്ലേ ദേവാ? അവിടെ പാമ്പ് കയറി വന്നതിൽ അതിശയിക്കാൻ എന്തിരിക്കുന്നു? നിങ്ങളായിരുന്നില്ലേ കുറച്ചുകൂടി സൂക്ഷിക്കേണ്ടിയിരുന്നത്? അതുപോലെ ഒരുപാട് കാലമായില്ലേ നമ്മൾ ആ ഗസ്റ്റ് ഹൗസ് ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ ആ ഗസ്റ്റ് ഹൗസിൽ തന്നെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. അവിടെ തന്നെ ഉണ്ടായിരുന്നാണോ അതോ മറ്റെവിടെന്നെങ്കിലും വന്നതാണോ എന്നറിയില്ല. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാ ഞാനും വൈദേഹി അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ എന്താ മോനെ, എന്താ പറ്റിയത്? ദൈവം മോനെ, വൈദേഹിയുടെ കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ? ഇല്ലെന്ന് പറ മോനെ. നീ പറയൂ ദേവ. അവൻ എങ്ങനെ പറയും? വയറ്റില് കുഞ്ഞുണ്ടായിട്ട് വേണ്ടേ? എന്താ ദേവ ഒന്നും പറയാത്തേ? പറയടാ ദേവ, എന്താ പറ്റിയെന്നൊന്നും പറ മോനെ. നീ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോ എനിക്ക് പേടിയാവുന്നടാ. പറ മോനെ, പറയടാ. ഞാൻ എന്ത് പറയണോന്നാ? നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നാണെങ്കിൽ ഇവിടെ ദൈവം തീരുമാനിക്കുന്നു മറ്റൊന്നാ. തുറന്നു പറ ദേവാ, കുഞ്ഞിന് വല്ലതും പറ്റിയോടാ? അവിടെയുള്ളവർ എന്താ പറഞ്ഞത്? ഊർമിളേ, ഇന്നെങ്കിലും എപ്പോഴെങ്കിലും നിന്റെ വായിന്നൊരു നല്ല വാക്ക് വന്നിട്ടുണ്ടോ? കുഞ്ഞിനൊന്നും ഉണ്ടാവില്ല. നീ പറ മോനെ, കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ലല്ലോ?
3 ജീവനെ രക്ഷിക്കാൻ വേണ്ടി കാട്ടിലുള്ളവര് അവരാലാവും വിധമൊക്കെ ശ്രമിച്ചു നോക്കി. പക്ഷെ എന്നാൽ ഡോക്ടർ, എന്ത് പറ്റി ഡോക്ടർ? പറയൂ ഡോക്ടർ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹാർട്ട് ബീറ്റ്സ് എല്ലാം നോർമലാ. ഡോക്ടർ എന്താ പറഞ്ഞത്? ബേബിയുടെ ഹാർട്ട് ബീറ്റ്സിനൊന്നും ഒരു കുഴപ്പമില്ലെന്ന്.